1969 ജൂലൈ 16 മനുഷ്യൻ ചന്ദ്രനിലെത്തിയ വാർത്ത ലോകത്തെ അറിയിക്കാൻ തയ്യാറെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ കയ്യിൽ രണ്ട് പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് വിജയിച്ചാൽ പറയേണ്ട വാക്കുകൾ, മറ്റേത് പരാജയപ്പെട്ടാൽ പറയേണ്ട അനുശോചനം. സമാധാനപൂർവ്വം പര്യവേഷണം നടത്താൻ ചന്ദ്രനിലേക്ക് പോയവർ ചന്ദ്രന്റെ മടിത്തട്ടിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളണം എന്ന് വിധി നിശ്ചയിച്ചിരിക്കുന്ന ധീരരായ ഇവരെ നമുക്കറിയാം. ജീവിതത്തെ സംബന്ധിച്ച പ്രതീക്ഷകൾ അസ്തമിച്ചെന്ന്, ഒപ്പം ഈ ജീവിത ത്യാഗത്തിലൂടെ മനുഷ്യരാശിക്ക് പ്രതീക്ഷകൾ നൽകുന്നുണ്ടെന്നും ഇങ്ങനെയുള്ള ഒരു അനുശോചന പ്രസംഗവും നിക്സന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ടി വന്നില്ല എന്നത് ചരിത്രം കൂടിയാണ്. ബഹിരാകാശ യാത്രകൻ എങ്ങനെയാണ് ഏത് നിമിഷവും പരാജയപ്പെടാം, എപ്പോഴും മരണം കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുകയും വേണം. അത് യാത്രികർക്കും നന്നായി തന്നെ അറിയാം. എന്നിട്ടും പുതിയ പുതിയ കണ്ടെത്തലുകൾക്കായി പുതിയ ആകാശങ്ങൾ തേടി അവർ സ്വമേധയാ രംഗത്തിറങ്ങുന്നുണ്ട്. 8 ദിവസത്തെ ദൗത്യത്തിന് പോയി ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിതയെയും ബുച്ച് വിൽമോറും 9 മാസത്തിനു ശേഷം മടങ്ങിയെത്തുമ്പോൾ അതിൽ ബഹിരാകാശ യാത്രകർക്ക് അത്ഭുതമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ പണി അങ്ങനെയുള്ളതാണ്. മുൻ അപകടങ്ങളിൽ നിന്നും പാഠം പഠിച്ച് ബഹിരാകാശ യാത്രികരുടെ സുരക്ഷ നോക്കിയത് കൊണ്ടാണ് സുനിതയുടെ യാത്ര ഇത്രയും വൈകിയിരിക്കുന്നത്. നാസയ്ക്ക് മുൻപിൽ ഉണ്ടായിരുന്നത് ലോകം നടുങ്ങിയ ചലഞ്ചറും കൊളംബിയയും അടക്കമുള്ള അപകടങ്ങളായിരുന്നു. ഈ ദുരന്തങ്ങൾ തന്നെയാണ് ബഹിരാകാശ പര്യവേഷണങ്ങളിൽ സുരക്ഷയെക്കുറിച്ചുള്ള നാസയുടെ സമീപനത്തെയും സ്വാധീനിച്ചിരിക്കുന്നത്. കൊളംബിയ ചലഞ്ചർ ദുരന്തങ്ങളിൽ നിന്നും പഠിച്ച പാഠങ്ങൾ സുനിതയുടെ വിൽമോറിന്റെയും തിരിച്ചുവരവ് വൈകിപ്പിക്കാനുള്ള നാസയുടെ തീരുമാനത്തെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തുവെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ തന്നെ പറയുകയും ചെയ്തു. നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്നത് പോലെയല്ല ഒരു യാത്രയല്ല ഇത്. ബഹിരാകാശ യാത്ര വളരെ അപകടകരമാണ്. ഇതിൽ അനിശ്ചിതത്വം എപ്പോഴുമുണ്ട്. നിരവധി മനുഷ്യ സ്നേഹികളായ ധീരന്മാരുടെ ജീവൻ ബലി നൽകിയിട്ടാണ് ഇത് നടക്കുന്നത്. നാസയടക്കമുള്ള സ്പേസ് ഏജൻസികൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറിയതും അങ്ങനെ തന്നെയാണ്. പല കാലങ്ങളിലായി അമേരിക്കയുടെ കോടിക്കണക്കിന് ഡോളർ ഉപയോഗിച്ച് നാസ നടത്തിയ പല ഗവേഷണങ്ങളുമാണ് ഇന്ന് സാറ്റലൈറ്റ് ടെക്നോളജിയായി മാറിയത്. മൊബൈൽ സാങ്കേതിക വിദ്യയൊക്കെ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും പ്രയോജനപ്പെടുന്നതും അത് തന്നെ. ആ രീതിയിൽ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്ര ലഘൂകരണ സംഘടന കൂടിയാണിത്. നാസയുടെ കണ്ടെത്തലുകൾക്ക് ഒന്നും പേറ്റന്റ് ഇല്ല. ആർക്കും ഉപയോഗിക്കാവുന്ന ആ ഫ്രീ ടെക്നോളജിയുടെ ചുവട് പിടിച്ചാണ് ലോകം ഇന്ന് ഇത്രയും വളർന്നിരിക്കുന്നത്. ഏകദേശം 150 പ്രാവശ്യം മനുഷ്യരെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട് നാസ. 1958 ഔദ്യോഗികമായി രൂപം കൊണ്ട നാസയുടെ ചരിത്രം നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഫോർ എയറോ ടെക്നോളജിസ്റ്റിൽ രൂപീകരിച്ചതോടെയാണ് ആരംഭിക്കുന്നത്. വ്യോമയാന രംഗത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ പിറകിലായിരുന്ന അമേരിക്കയെ മുന്നിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ചാൾസ് ഡി വാൽക്കോട്ടിന്റെ നേതൃത്വത്തിലാണ് 1915 NACA രൂപം കൊള്ളിച്ചിരിക്കുന്നത്. വ്യോമന രംഗത്തെ പുരോഗതിക്കായി ഒരു സൈനികേതര ഏജൻസി എന്ന വാൽക്കോട്ടിന്റെ ആശയമായിരുന്നു ഇതിന്റെ അടിത്തറ. NACA എന്ന 46 വർഷം പഴക്കമുള്ള ഗവേഷണ സ്ഥാപനം നാസയുമായി മാറുമ്പോൾ 4 പരീക്ഷണശാലകളും 80 തൊഴിലുകളുമാണ് അന്നുണ്ടായിരുന്നത്. അന്ന് സോവിയറ്റ് യൂണിയനുമായുള്ള ശീതയുദ്ധത്തിന്റെ കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹിരാകാശ നേട്ടങ്ങൾ എന്നത് ഓരോ അമേരിക്കക്കാരന്റെയും ആവശ്യമായി മാറി. അമേരിക്കൻ ഇലക്ഷനുകളുടെ അജണ്ട പോലും ചന്ദ്രയാത്ര മാറ്റിവെക്കുകയും ചെയ്തു. 1958 ജനുവരി 31 എക്സ്പ്ലോറർ 1 ഭ്രമണപഥത്തിൽ എത്തിച്ചതോടെയാണ് നാസ അംഗീകരിക്കപ്പെടുന്നത്. നാസയുടെ തുടക്കം മുതൽ തന്നെ ലക്ഷ്യമിട്ടത് മനുഷ്യനെ എങ്ങനെ വിജയകരമായി ബഹിരാകാശത്ത് എത്തിക്കാം എന്നതായിരുന്നു. സോവിയറ്റ് യൂണിയനും ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഈ മത്സരയോട്ടത്തിലുണ്ടായിരുന്നു. ഈ യുദ്ധത്തിൽ വെർണൽ വോൺ വെർണലിന്റെ നേതൃത്വത്തിലുള്ള ജർമ്മൻ റോക്കറ്റ് പ്രോഗ്രാമിന്റെ പ്രവേശനം നിർണായകമായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ പൗരനായ വെർണർ ഇന്ന് അമേരിക്കൻ ബഹിരാകാശ പരിപാടിയുടെ പിതാവായി അറിയപ്പെടുകയും ചെയ്യുന്നു. തുടർന്നങ്ങോട്ട് നാസയുടെ കാലമായിരുന്നു. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന അമേരിക്കയുടെ ആദ്യ സംരംഭം പ്രോജക്ട് മെർക്കുറി എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഇതിന്റെ ഭാഗമായി 1961 മെയ് 5 ഫ്രീഡം 7 എന്ന ഉപരിപരിക്രമണ ബഹിരാകാശ പേടകം പറപ്പിച്ചുകൊണ്ട് അലൻ ഷെപ്പാർഡ് ആദ്യ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയായി മാറി. തുടർന്ന് 1962 ഫ്രണ്ട്ഷിപ്പ് 7 എന്ന പേടകത്തിൽ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആദ്യ അമേരിക്കൻ എന്ന ബഹുമതി ജോൺ ഗ്ലെൻ നേടിയെടുക്കുകയും ചെയ്തു. മെർക്കുറി പ്രോജക്ട് വിജയകരമായതിനു ശേഷം നാസയുടെ കണ്ണുകൾ ചന്ദ്രനിലേക്കാണ് പതിഞ്ഞത്. അതിനായി പ്രോജക്ട് ജെമിനി എന്ന പദ്ധതിയും ആവിഷ്കരിച്ചു. 10ഓളം ദീർഘസമയ ബഹിരാകാശ യാത്രകൾ സംഘടിപ്പിച്ച് അതിൽ ആദ്യത്തേത് 1965 മാർച്ച് 23 ഗസ് ഗ്രിസോം, ജോൺ യങ് എന്നിവരെയും കൊണ്ട് പറന്നു. ജെമിനി 3 ആയിരുന്നു അത്. തുടർന്നാണ് അപ്പോളോ പ്രോഗ്രാം ഉണ്ടായത്. 1969 ജൂലൈ 21 നെയിൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്നിവരാണ് ചന്ദ്രനിൽ കാലുകുത്തിയതോടെ നാസയുടെ കീർത്തി ലോകമെമ്പാടും പറന്നു ഉയർത്തിയത്. അതിനുശേഷവും ലോകത്തെ ഞെട്ടിച്ച പല പരിപാടികളിലും നാസ നടത്തുകയും ചെയ്തു. അതിലൊന്നായിരുന്നു ഭൂപരിക്രമണ പഥത്തിലേക്ക് അയച്ച ആദ്യ അമേരിക്കൻ സ്പേസ് സ്റ്റേഷനായ സ്കൈലോബ. തുടർന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വരെ നാസയുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായി.
ഭൂമിക്ക് വളരെ അടുത്ത് ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവേഷണശാലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. 1998 ഈ നിലയത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഈ നിലയം 386.24 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുകയും 28,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും മൈക്രോഗ്രാവിറ്റിയിൽ നടത്തുന്ന ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയാണ് നിലയം നിർമ്മിച്ചിരിക്കുന്നത്. നാസ മാത്രമല്ല ഇതിലുള്ളത്. 16 രാഷ്ട്രങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നാസ.